അപ്പം ചീറ്റുകൾ എങ്ങനെയാണ് ചെയ്യണമെന്ന്, അതായത് സാധാരണ നിങ്ങളിപ്പം ഒരു വെയിറ്റ് പൊങ്ങാതെ വരുമ്പോ ഈ ആടി ചെയ്യണം കണ്ടിട്ടില്ലേ, അതാണ് ഈ ചീറ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് കഴിയുന്ന ആട്ടം കുറയ്ക്കുക. അപ്പം ഈ ചീറ്റുകൾ ചെയ്യാൻ നേരത്ത് ഈ വെയിറ്റ് ഇത്രേ പൊങ്ങുന്നുള്ളൂ എന്നിരിക്കട്ടെ. അപ്പം ഇവിടുന്ന് ആട്ടി എടുക്കുന്നതിന് പകരം നിങ്ങൾ അത്രയും പൊങ്ങാവുന്ന അത്രയും പൊക്കിയിട്ട് അവിടെ നിന്ന് ബാക്കിലേക്ക് ഒരല്പം മലക്കുക. അപ്പൊ ആ ഒരു ആയത്തിൽ ഇത് കുറച്ചുകൂടെ പൊങ്ങി വരും. അതാണ് ശരിക്കും നമ്മൾ ഈ വീഡിയോസിലൊക്കെ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ് അവര് ഇങ്ങനെ അടിക്കുന്നതൊക്കെ കാണുന്നത്. ശരിക്കും അവര് പറ്റുന്ന കൂടുതൽ ഹെവി വെയിറ്റ് എടുത്തിട്ട്, അതായത് ഇത്രയോ വരുന്നുള്ള അതിനപ്പുറത്തേക്കാണ് അവർ വലിക്കുന്നത്. അപ്പൊ ഇത്രയും വരെയെങ്കിലും അവര് കൺട്രോളിൽ തന്നെ അടിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുമ്പോൾ വിചാരിക്കുന്നത് ഇങ്ങനെ മൊത്തം വീശി അടിക്കുകയാണ്. അതല്ല സംഭവം. അപ്പൊ പറ്റണം ചീറ്റുകൾ ചെയ്യുമ്പോൾ എപ്പോഴും എത്രത്തോളം പൊങ്ങുമോ അത്രത്തോളം പൊക്കിയിട്ട് ബാക്കിയാണ് നമ്മൾ മലക്കുന്നത്. അപ്പോഴാണ് അവിടെ ആ ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ നേരെ ആട്ടി അടിക്കുമ്പോൾ ആ ഫീൽ ചെയ്തത്. അതിപ്പോ ബാറിൽ ചെയ്താലും ഏതിൽ ചെയ്താലും നിങ്ങളെ കൊണ്ട് എത്രത്തോളം പൊങ്ങുന്നോ അതിന് ശേഷമാണ് നിങ്ങൾ മലക്കുന്നത്. അതും ഓവറായിട്ട് മലക്കല്, ജസ്റ്റ് ചെറിയൊരു ഒരു ബെൻഡേ കൊടുക്കാവൂ. അധികം ഓവറായിട്ട് ഇത് ചെയ്യരുത്, ആ അടിയുന്ന സ്വിങ് ചെയ്യരുത്. അതിനും അപ്പുറത്തേക്കൊക്കെ വെയിറ്റ് പോകുമ്പോഴാണ് ശരിക്കും സ്വിങ് ചെയ്ത് അടിക്കുന്നത്. പക്ഷെ അതിന് അത്രയും ബെനിഫിറ്റ് ഉള്ളതായിട്ട് കാണുന്നില്ല. അതിപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന റേഞ്ചിന് തൊട്ട് കുറച്ച് അപ്പുറത്തേക്കുള്ള വെയിറ്റ് ആഡ് ചെയ്തിട്ട് പറ്റുന്നില്ലെങ്കിൽ ഇതേ കൂട്ട് പറ്റണ മൂവ്മെന്റ് അത്ര കൺട്രോൾ ചെയ്ത് ബാക്കി സ്വിങ് ചെയ്തടിക്കുക. ഓക്കെ.